إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ونادى أصحاب النار أصحاب الجنة أن أفيضوا علينا من الماء أو مما رزقكم الله قالوا إن الله حرمهما على الكافرين ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരങ്ങളെ സഹോദരിമാരെ, പടച്ച റബ്ബിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പാലിച്ച് ഭയപ്പെട്ട് മുത്തഖീങ്ങളായി മുഖ്ലിസീങ്ങളായി മുവഹിദീങ്ങളായി ജീവിക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ ശബ്ദം ക്ലിയർ ആയിരിക്കും അല്ലേ? എനിക്കൊരു പതർച്ച തോന്നുന്നു. ഇൻഷാ അല്ലാഹ് ഈ ഒരു സാഹചര്യം വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ ജീവിക്കുന്ന ഈ സമയം പ്രകൃതിപരമായി വളരെയധികം ഉഷ്ണമുള്ള ചൂടുള്ള ഒരു സമയത്താണ് നമ്മൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. റോട്ടിലൂടെ വാഹനങ്ങൾ ഓടിച്ച് യാത്ര ചെയ്യാൻ സാധിക്കുന്നില്ല. നടന്നു പോകാനോ അതല്ലെങ്കിൽ സൂര്യന്റെ കീഴിൽ നിന്നുകൊണ്ട് പണിയെടുക്കാനോ പറ്റാത്ത അത്രയും ചൂട് വർദ്ധിച്ചു നിൽക്കുന്ന ഒരു സമയം. സഹോദരങ്ങളെ, ഈ ചൂട് നമ്മെ ഓർമ്മപ്പെടുത്തേണ്ട ഗൗരവമേർന്ന ചിന്തകൾ
പ്രസക്തമായിട്ടുള്ള വഹീന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയും അവിടുത്തെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. എന്തൊരു ചൂടാണ്! ചൂട് സഹിക്കാൻ പറ്റണില്ല. ഒടുക്കത്തെ ചൂട് അല്ലെ? ആളുകൾ പറയുന്ന വാചകങ്ങളാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്തൊരു ചൂടാണ്. എന്നാൽ ഈ ചൂട് നിന്നെ ഉത്ബോധിപ്പിക്കാനും ചിന്തിപ്പിക്കാനും നിന്റെ പാരത്രികമായ ലോകത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ആലോചിപ്പിക്കാനും നിനക്ക് പ്രാപ്തിയുള്ളതാക്കിയിട്ടുണ്ടോ എന്നത് ഞാനും നിങ്ങളും ചിന്തിക്കണം. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ 7 ഗുണപാഠങ്ങൾ ചൂടുമായി ബന്ധപ്പെട്ട് അവർ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ ഗുണപാഠം എന്താണ്? സൂര്യൻ എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ശംസ വൽ ഖമറ, തീർച്ചയായും സൂര്യനും ചന്ദ്രനും ലാ യൻകസിഫാനി ലിമൗതി അഹദിൻ മിനൻ നാസ്, ജനങ്ങളിലെ ഒരാളുടെയും മരണത്തിന്റെ കാരണം കൊണ്ട് അവർക്ക് എന്ത് സംഭവിക്കുന്നില്ല? ഗ്രഹണം സംഭവിക്കുന്നില്ല. വലകിന്നഹുമാ ആയതാനി മിൻ ആയാത്തില്ലാഹ്, അവ രണ്ടും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട 2 ദൃഷ്ടാന്തങ്ങളാ. സൂര്യൻ ദൃഷ്ടാന്തമാണ്, ചന്ദ്രൻ ദൃഷ്ടാന്തമാണ്. സഹോദരങ്ങളെ, ഭൂമി 1 ലക്ഷത്തോളം ഭൂമിയെ ഉൾക്കൊള്ളാൻ പറ്റുന്നതാണ് സൂര്യൻ എന്ന് പറയുമ്പോ ആ സൂര്യൻ എത്ര വലുതാണ് എന്നൊന്ന് ചിന്തിക്കണേ. ആ സൂര്യന്റെ സ്ഥാനമുണ്ടല്ലോ, അതൊരിച്ച് താഴേക്ക് ഇറങ്ങി വന്നാൽ ഈ ഭൂമി ലോകത്ത് ഒരാൾക്കും ജീവിക്കാൻ സാധ്യമല്ല. ഇനി ആ സ്ഥാനത്ത് നിന്ന് ഒരു ഇറ്റ് മുകളിലേക്ക് ഉയർന്നു പോയാലോ ഇവിടെ തണുപ്പ് കൊണ്ടൊരാൾക്കും ജീവിക്കാൻ സാധ്യമല്ല. ഇതിനെയൊക്കെ കൃത്യമായി വ്യവസ്ഥാപിതപ്പെടുത്തി അതിന്റെ സ്ഥാനത്ത് നിലനിർത്തിയവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. കൃത്യമായി വകുല്ലും യജ്രി ഇലാ അജലിൻ, അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ഇതെല്ലാം തന്നെ കൃത്യമായി ഫലകി യസ്ബഹൂൻ, കൃത്യമായ ഭ്രമണപഥത്തിൽ ഇങ്ങനെ ചലിച്ചു കൊണ്ടിരിക്കുന്നു. പ്രപഞ്ചത്തിലെ എല്ലാത്തിനെയും കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അപ്പോ ഭൂമിയിൽ സൂര്യനെ സംബന്ധിച്ചിടത്തോളം അതൊരു ദൃഷ്ടാന്തമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എന്നത് നമ്മൾ ആരും മറന്നു പോകാൻ പാടില്ല. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറ്റപ്പെടുത്താനോ അതിനെ പഴിക്കാനോ പാടില്ല എന്നുള്ളതാണ്. നിങ്ങൾ കാലത്തെ കുറ്റം പറയാൻ പാടില്ല. ലാ തസുബ്ബു ദഹ്റ, നിങ്ങൾ കാലത്തെ കുറ്റം പറയാൻ പാടില്ല. കാരണം എന്താണ്? തീർച്ചയായും ഞാനാണ് കാലം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ചൂടിനെ കുറ്റം പറയാൻ പാടില്ല, പഴിക്കാൻ പാടില്ല. അതല്ലെങ്കിൽ ഏതെങ്കിലും നിലക്ക് നമുക്ക് പറ്റാത്തത് കൊണ്ട് എന്തെങ്കിലും പറഞ്ഞ് അതിനോടൊരു വിരക്തി പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ചിന്ത എന്താണ് ഈ ചൂടുമായി ബന്ധപ്പെട്ട്? ഇത് പാരത്രികമായിട്ടുള്ള ലോകത്തെക്കുറിച്ചുള്ള ചിന്തയെ ഉണർത്തുന്നതാണ്, അതിലേക്ക് നമ്മുടെ ബുദ്ധിയെ എത്തിപ്പിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുകയാണ്, സ്വഹീഹായ ഹദീസിലൂടെ നമുക്ക് കാണാം, ഇഷ്തഖത്തന്നാറു ഇലാ റബ്ബിഹാ, നരകം റബ്ബിന്റെ അടുക്കൽ വന്നുകൊണ്ട് പരാതി പറയുകയാണ്. നരകം റബ്ബിന്റെ അടുക്കൽ വന്നുകൊണ്ട് പരാതി പറയുകയാണ്. എന്താണ് പരാതി എന്നറിയോ? ഫഖാലത്ത്, നരകം പറയുന്നു, യാ റബ്ബി, എന്റെ റബ്ബേ, അക്കല ബഅദി ബഅദാ. വല്ലാത്തൊരു ഹദീസാണ്. അക്കല ബഅദി ബഅദാ, ഞാൻ എന്നെ തന്നെ തിന്നുകൊണ്ടിരിക്കുന്നു റബ്ബേ, ഞാൻ എന്നെ തന്നെ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുന്നു. ഫഉദിന ലഹാ ബിനഫസൈൻ, എന്തിന്റെ കാരണം കൊണ്ടാണ്? അതികഠിനമായിട്ടുള്ള ചൂട് നിമിത്തം നരകത്തിന്റെ ഓരോ ഭാഗങ്ങളും നരകം തന്നെ തിന്നുന്ന അവസ്ഥയുണ്ടായി. അതികഠിനമായ തണുപ്പ് നിമിത്തം നരകത്തിന്റെ ഓരോ ഭാഗങ്ങളും നരകം തന്നെ തിന്നുന്ന അവസ്ഥയുണ്ടായപ്പോ നരകം റബ്ബിനോട് പറഞ്ഞ കാര്യമാണ്, റബ്ബേ, ഇങ്ങനെ ഒരു അവസ്ഥയുണ്ട് എന്ന് പറഞ്ഞപ്പോ ഫഉദിന ലഹാ ബിനഫസൈൻ,
അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് നിശ്വാസത്തിനുള്ള ഒരു അവസരം നരകത്തിന് കൊടുത്തു. നഫസിൻ ഫിശ്ശിത്താ, ഒന്ന് കഠിനമായ തണുപ്പുള്ള സമയത്താണ്. വനഫസിൻ ഫിസ്സൈഫി, അതുപോലെ ചൂടുള്ള സമയത്തുമുള്ള ആ നിശ്വാസമാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഫഅശദ്ദു മാ തജിദൂന മിനൽ ഹജ്ജി, നിങ്ങൾ അനുഭവിക്കുന്ന കഠിനമായ ചൂട് എന്നുള്ളത് മിൻ സമൂമി ജഹന്നം, നരകത്തിന്റെ നിശ്വാസത്തിൽ പെട്ടതാണ്. വഅശദ്ദു മാ തജിദൂന മിനൽ ബർദി മിൻ സംഹരീരി ജഹന്നം, നിങ്ങൾ അനുഭവിക്കുന്ന അതികഠിനമായിട്ടുള്ള തണുപ്പുണ്ടല്ലോ, അതും നരകത്തിന്റെ നിശ്വാസത്തിൽ പെട്ടതാണെന്ന് ഹബീബുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. ഈ ചൂട് നമ്മെ ഉണർത്തുന്നത് നരകത്തെ കുറിച്ചാണ്. നരകത്തിന്റെ നിശ്വാസം ഇത്ര അധികമാണെങ്കിൽ ആ നരകം എന്തായിരിക്കുമെന്ന ചിന്ത, ആ നരകത്തിന്റെ ചൂടെന്തായിരിക്കുമെന്ന ഓർമ്മപ്പെടുത്തൽ, ഇതൊക്കെയാണ് ഈ ചൂട് നമുക്ക് നൽകുന്ന ഗുണപാഠങ്ങൾ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, ഇദാ ഇഷ്തദ്ദൽ ഹർ ഫഅബ്രിദൂ ബിസ്സലാ, ചൂട് കഠിനമായി കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനം ഉണ്ട്. എന്താ നമ്മുടെ സമാധാനം? വീട്ടിൽ നിന്ന് ഇറങ്ങി പള്ളിയിലെത്തിയാൽ പള്ളി ശീതീകരിച്ചതാണ് അല്ലെ? സ്വഹാബത്തും പ്രവാചകനും ഒക്കെ ജീവിച്ച കാലഘട്ടം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി അല്ലേ? വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്ന് പള്ളിയിലേക്ക് വന്നാലും ഓല വിരിച്ചുകൊണ്ടുള്ള, ഈത്തപ്പനയുടെ ഓല വിരിച്ചുകൊണ്ടുള്ള മണലാരണ്യങ്ങൾ നിറഞ്ഞ പള്ളിയിലാണ് അവർ നിസ്കരിച്ചിട്ടുള്ളത് അല്ലെ? ചൂട് അവിടെയും സഹിക്കേണ്ടി വരികയാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅബ്രിദൂ ബിസ്സലാ, നിങ്ങൾ നിസ്കാരത്തെ തണുപ്പിക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിന്റെ അർത്ഥം എന്താ? സ്വലാത്തുൽ ളുഹർ, നിങ്ങൾ ളുഹർ നിസ്കാരം വേഗം നിസ്കരിക്കണം. അത് കുറേ സമയത്തേക്ക് നീട്ടി കൊണ്ടുപോകരുത്. ആ ചൂടിന്റെ കാഠിന്യത്തെ അവിടെ നിന്ന് പഠിപ്പിക്കുന്നുണ്ട്. നോക്കിയേ, മറ്റൊരു ഹദീസിൽ കാണാം, ഫഇന്ന ശിദ്ദത്തൽ ഹജ്ജി മിൻ ഫൈഹി ജഹന്നം, അതികഠിനമായ ചൂട് എന്നുള്ളത് നരകത്തിന്റെ എന്താണ്? ആവിയാണ്. ഈ നരകത്തിന്റെ ആവിയാണ്. സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ചു, സൂര്യൻ എത്ര അകലെയാണ് നമ്മളിൽ നിന്നുള്ളത്. ആ സൂര്യന്റെ ചൂട്, ആ ചൂട് പോലും നമ്മെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അള്ളാഹു ഒരുക്കി വെച്ച ഇവിടത്തെ ചൂടിനേക്കാൾ 69 ഇരട്ടിയുള്ള നരകത്തിന്റെ ചൂട് എങ്ങനെയാണ് ഒരു മനുഷ്യൻ സഹിക്കാൻ സാധിക്കുക? ഈ ചിന്തയാണ്, ഈ ബോധമാണ്, ഈ ഒരു തിരിച്ചറിവാണ് സഹോദരങ്ങളെ ഈ ഒരു ചൂടിന്റെ സമയത്ത് നമ്മെ ചിന്തിപ്പിക്കേണ്ടതും ആലോചിപ്പിക്കേണ്ടതും. മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുകയാ, ഈ ചൂടത്ത് നമ്മൾ ഇങ്ങനെ നടക്കുമ്പോ, ഈ ചൂട് നമ്മൾ അനുഭവിക്കുമ്പോ രാത്രി വരെ എല്ലാ ജനലും തുറന്നിട്ടിട്ടും ഉള്ളിൽ കിടക്കാൻ പറ്റുന്നില്ല. കരണ്ട് പോയാൽ എഴുന്നേറ്റിരുന്ന് മക്കൾ കരയണം, ഉറങ്ങാൻ പറ്റണില്ല അല്ലേ? ഫാനൊന്ന് ഓഫായാൽ ഉറക്കം നഷ്ടപ്പെടുകയാണ്. ഇങ്ങനെ അല്ലെ, ഒരു ആവിയിലിട്ട് പുകക്കുന്നത് പോലെ വീടിന്റെ ഉള്ളിൽ ഇങ്ങനെ വല്ലാത്ത അവസ്ഥകൾ അനുഭവിക്കുന്നു. രാത്രി പോലും സഹോദരങ്ങളെ എന്താ ഓർമ്മപ്പെടുത്തേണ്ടേ? നരകത്തെയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇന്ന അഹ്വന അഹ്ലിൻ നാരി അദാബൻ, നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ എന്ന് പറയുന്നത് മല്ലഹു നഅലാനി വശിറാകാനി മിന്നാർ, രണ്ട് ചെരുപ്പ് ധരിപ്പിക്കുക എന്നതാണ്. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ രണ്ട് ചെരുപ്പ് ധരിപ്പിക്കുക എന്നതാണ്. യഗ്ലി മിൻഹുമാ ദിമാഹുഹു കമാ യഗ്ലിൽ മിർജൽ, ആ ചെരുപ്പ് ധരിക്കുമ്പോൾ തന്നെ ഈ ധരിക്കുന്ന മനുഷ്യന്റെ തലച്ചോറിങ്ങനെ തളച്ചു മറയും. ഇതുപോലെ നമ്മുടെ വീട്ടിലേക്ക് കഞ്ഞിക്ക് വേണ്ടി അല്ലെ, അരിയിടാൻ വേണ്ടി വെള്ളം തിളപ്പിക്കുമല്ലോ, ആ വെള്ളം തിളക്കുമ്പോ അതിന്റെ മുകളിൽ വെച്ചിട്ടുള്ള മുടി ഇങ്ങനെ തെറിക്കണ കാണാം അല്ലേ? കണ്ടിട്ടില്ലേ? ഇതുപോലെ തലച്ചോറിങ്ങനെ തളച്ചു മറയും എന്ന് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതനുഭവിക്കുന്ന മനുഷ്യൻ പറയുന്ന വാചകം എന്താണെന്നറിയോ? ഇതനുഭവിക്കുന്ന മനുഷ്യൻ
ഒരാള് ഖുത്ബ തുടങ്ങിയപ്പോൾ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മൊബൈലിൽ കളിക്കണം. എന്താണ് മൂപ്പര് വിചാരിക്കണമെന്ന് അറിയില്ല. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. പള്ളിയിലുള്ളിൽ ഖുത്ബ കേൾക്കാൻ വന്നിട്ട് മൊബൈൽ, വാട്സപ്പും ഒക്കെ ഫേസ്ബുക്കൊക്കെ നോക്കിയിരിക്കുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം അതപ്പതിച്ചു പോയിട്ടുണ്ട് എന്നത് ഗൗരവത്തിൽ ചിന്തിക്കണം. എന്തു ഹുർമത്താണ് അവരൊക്കെ കൽപ്പിക്കുന്നത്. ഒരു ഖുത്ബക്കും ഒരു പള്ളിക്കും ഒക്കെ എന്തു ഹുർമത്താണ് കൽപ്പിക്കുന്നത്. അല്ലാഹു കാക്കട്ടെ. അവസാന കാലഘട്ടത്തിന്റെ അടയാളങ്ങളാണ്. അല്ലാഹു നമ്മളെയൊക്കെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഈമാൻ കുറയാന്ന് പറഞ്ഞാലേ വലിയ പ്രയാസം. നോക്കി സഹോദരങ്ങളെ, ആ നരകത്തിന്റെ ഏറ്റവും ചെറിയ ശിക്ഷ ഈ അനുഭവിച്ച മനുഷ്യനുണ്ടല്ലോ, അയാള് പറയുന്ന വാചകം എന്താണെന്നറിയോ? മാ യറാ അന്ന അഹദൻ അശദ്ദു മിൻഹു അദാബൻ വ ഇന്നഹു ലഅഹ്വനഹും അദാബാ. മാ യറാ അന്ന അഹദൻ അശദ്ദു മിൻഹു അദാബാ. എന്നേക്കാൾ കഠിനമായ ശിക്ഷ അനുഭവിക്കുന്ന ഒരാളും ഉണ്ടാകില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്ന് ഈ മനുഷ്യൻ പറയും. ഏതു മനുഷ്യനാ? ഏറ്റവും ചെറിയ ശിക്ഷ നരകത്തിൽ അനുഭവിക്കുന്ന മനുഷ്യൻ പറയാ, ഞാനാണ് നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ അനുഭവിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറയാ, വ ഇന്നഹു ലഅഹ്വനഹും അദാബ. തീർച്ചയായും അവൻ ഏറ്റവും ചെറിയ ലളിതമായ ശിക്ഷ അനുഭവിക്കുന്നവരിൽ പെട്ടവനാണ്. ആലോചിച്ചു, ഇത് നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടോ? നമ്മുടെ മക്കളോട് പറയാൻ പറ്റിയിട്ടുണ്ടോ? മക്കളെ, ചൂടെടുക്കണമെന്ന് പറയുമ്പോൾ അല്ലെ, പ്രയാസം എന്ന് പറയുമ്പോൾ നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? സഹോദരങ്ങളെ, ആ നരകത്തെ കുറിച്ചുള്ള ഓർമ്മ അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ നിലക്കുള്ള ചൂട് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നാലാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ കഠിനമായ ചൂട് നമുക്ക് നൽകുന്ന ഉപദേശം എന്താണ്? അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ദൃഷ്ടാന്തങ്ങളെയും കൽപ്പനകളെയും പൂർണ്ണമായി അനുസരിച്ച് ആ അനുസരണത്തിൽ മുന്നോട്ടു പോവുക, അതിൽ യാതൊരു തടസ്സവുമില്ലാതെ, യാതൊരു നിലക്കും പിന്നോട്ടു പോകാതെ, മടിയുമില്ലാതെ മുന്നോട്ടു പോവുക എന്നതാണ്. തബൂക്കിന്റെ യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ സഹോദരങ്ങളെ, മുനാഫിക്കീങ്ങളായിട്ടുള്ള മനുഷ്യന്മാര്, തബൂക്ക് യുദ്ധം എന്ന് പറഞ്ഞാൽ അതികഠിനമായ ചൂടുള്ള സമയത്ത് നടക്കുന്ന യുദ്ധമാണ് തബൂക്കിന്റെ യുദ്ധം എന്ന് പറയുന്നത്. ഈ സമയത്ത് സ്വഹാബത്ത് ഇറങ്ങി പുറപ്പെടുമ്പോ അവിടെയുണ്ടായിരുന്ന മുനാഫിക്കീങ്ങൾ അവർ ചൂട് എന്ന് പറഞ്ഞ് ഈ തബൂക്കിന്റെ യുദ്ധത്തിലേക്ക് പുറപ്പെടുന്നതിൽ നിന്ന് അവര് പിന്തിരിയുകയും സ്വഹാബത്തിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്ത സാഹചര്യമാണ്. അവിടെയാണ് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിറക്കിയത്. എന്താണ് ആയത്ത്? സൂറത്തു തൗബയിലെ 81-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ഫരിഹൽ മുഹല്ലിഫൂന ബിമഖ്ഇദിഹിം ഖിലാഫ റസൂലില്ലാഹി വകരിഹു അൻ യുജാഹിദു ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ്. അല്ലേ, യുദ്ധയാത്ര പോകാൻ പിന്തിരിഞ്ഞ് നിന്നവർ അള്ളാഹുവിന്റെ റസൂലിനെതിരായുള്ള അവരുടെ ഇരുപ്പിൽ സന്തോഷം കൊണ്ടിരിക്കുകയാണ്. അവര് വരൂലാന്ന് പറഞ്ഞിരിക്കുന്നതിൽ അവർ വലിയ സന്തോഷമുള്ളവരാണ്. തങ്ങളുടെ ധനം കൊണ്ടും ദേഹങ്ങൾ കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം നടത്തുന്നതിനെ അവര് വെറുക്കുകയും ചെയ്തിരിക്കുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, വഖാലു, അവര് പറയുന്നു, ലാ തൻഫിറു ഫിൽ ഹജ്ജി. നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? നിങ്ങൾ ഒരിക്കലും ഈ ചൂടുള്ള സ്ഥലത്തേക്ക്, ഉഷ്ണത്തിൽ നിങ്ങൾ യുദ്ധത്തിന് പുറപ്പെട്ടു പോകേണ്ട എന്നവർ പറയുകയും ചെയ്യുന്നു. നബിയെ പറയണം, നാറു ജഹന്നമ അശദ്ദു ഹർറാ. അവരോട് പറഞ്ഞു കൊടുക്കണം, നരകത്തിന്റെ ചൂടുണ്ടല്ലോ, ഈ ചൂടിനേക്കാൾ കഠിനമാണ് എന്ന് നബിയെ അവരോടങ്ങ് പറഞ്ഞു കൊടുത്തോ. നിസ്കാരത്തിലേക്ക്, ഇബാദത്തിലേക്ക്, പലതരം നന്മയിലേക്ക് ഒക്കെ പോകാൻ തടസ്സമായി ചൂട് നിനക്ക് ബാധിക്കുന്നുവെങ്കിൽ നീ മനസ്സിലാക്കിക്കോ, ഇതിനേക്കാൾ വലിയ ചൂടാണ് നരകത്തിലുള്ളത് എന്ന് പറഞ്ഞു കൊടുത്തോ.
ചൂട് എന്നത് നന്മ ചെയ്യാൻ തടസ്സമായിട്ടുള്ള കാര്യമല്ല. നന്മയിലേക്ക് മുന്നേറാൻ മനുഷ്യനെ ബോധ്യപ്പെടുത്തുന്ന, ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഫലിയദ്ഹഖൂ ഖലീല വലിയബ്കൂ കസീറ. നിങ്ങൾ കുറച്ചു മാത്രം ചിരിക്കുകയും അധികമായി കരയുകയും ചെയ്യുക എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ധാരാളമായി ഈ ചൂടുള്ള സമയത്ത് പോലും അവിടുന്ന് ഇബാദത്തെടുത്ത മനുഷ്യനാണ്. ഹദീസുകളിൽ കാണാം, അന്നബി ദർദാ റളിയല്ലാഹു അൻഹു അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ലഖദ് റഅയ്തുനാ, തീർച്ചയായും ഞാൻ എന്ത് ചെയ്തു, റഅയ്തുനാ മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ബഅദി അസ്ഫാരിഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ ഒപ്പമുള്ള ചില യാത്രകളിൽ ഞങ്ങൾ കണ്ടു. എന്താണ് കണ്ടത്? ഫിൽ യൗമിൽ ഹാരി അശ്ശദീദിൽ ഹർ, കഠിനമായ ചൂടുള്ള ദിവസം. വ ഇന്ന റജുല ലയളഉ യദഹു അലാ റഅസിഹി മിൻ ശിദ്ദത്തിൽ ഹർ, അതികഠിനമായ ചൂട് കാരണം ഒരു മനുഷ്യൻ ഇങ്ങനെ തലയിൽ ഇങ്ങനെ ചൂടേൽക്കാതിരിക്കാൻ കൈ ഇങ്ങനെ വെച്ചു പോകുന്നത് ഞങ്ങൾ കണ്ടു. എന്നിട്ട് പറയാം, വമാ ഫിൽ ഖൗമി അഹദുൻ സ്വായിമുൻ, ആ ഖൗമിൽ ഒരാളും നോമ്പുകാരനായിട്ടുണ്ടായിരുന്നില്ല. ഇല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അബ്ദുല്ലാഹി ഇബ്നു റവാഹ, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുമല്ലാതെ. നിങ്ങൾ ആലോചിച്ചു, ശവ്വാലിന്റെ നോമ്പ് 6 നടക്കാൻ നമ്മളെന്താ മടിച്ചേ? ചൂടായിരുന്നു, ഇപ്പോൾ എടുത്തിട്ടില്ല. എടുക്കാനുള്ള തൗഫീഖ് കിട്ടിയില്ല ചില ആൾക്കാർക്ക്. ഒരു വർഷത്തെ കൂലി കിട്ടുന്ന ഇല്ലേ ആ നോമ്പ് 6 എടുത്താല് 6 എടുത്ത കിട്ടുന്ന നമ്മളൊക്കെ അലസന്മാരായില്ലേ? എടുത്തവരുണ്ടാകും, പലരും അലസന്മാരായി പോയില്ലേ? നഷ്ടപ്പെട്ടില്ലേ നമ്മളിൽ നിന്ന് ആ വലിയ പ്രതിഫലം? നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്തേ ചൂടാണ്, പറ്റണില്ല. ഈ ചൂടത്തൊന്നും നോമ്പ് പറ്റൂല. ലഖദ് ഖാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങളുടെ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് നോമ്പെടുത്തു എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അപ്പോൾ ഈ ചൂട് എന്തു ചെയ്യണം? അത് നന്മയിലേക്ക് മുന്നിട്ടിറങ്ങാൻ, അതിൽ നിന്ന് മാറി നിൽക്കുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഇനി ചിന്തിക്കേണ്ട 5ാമത്തെ പോയിന്റ് എന്താണെന്നറിയാം അല്ലെ? ഇവിടത്തെ ചൂട് നമ്മെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നാളെ പരലോകത്ത് സൂര്യനിങ്ങനെ 1 മൈല് ദൂരത്തിൽ വന്നു നിൽക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലേ പഠിപ്പിച്ചില്ലേ? എന്താണ്? ഹദീസുകളിൽ കാണാം, തുദ്നാ അശ്ശംസു യൗമൽ ഖിയാമ മിനൽ ഖൽഖി ഹത്താ തകൂന മിൻഹും ഖമിഖ്ദാരി മൈൽ, 1 മൈല് അകലത്തിൽ വന്നുകൊണ്ട് എന്ത് ചെയ്യും? നാളെ പരലോകത്ത് സൂര്യൻ വന്നു നിൽക്കുന്ന സമയമുണ്ട്. ഖാല സുലൈം ഇബ്നു ആമിർ, അദ്ദേഹം പറയാ, ഫവല്ലാഹി മാ അദ്രി മാ യഅനി ബിൽ മീൽ അം സാഫത്തിൽ അർദ് അം അൽ മീലു അല്ലദി തുഖ്തഹലു ബിഹിൽ ഐൻ. അദ്ദേഹം പറയാ, അല്ലാഹ് തന്നെ സത്യം, നമുക്ക് അറിയില്ല. ഈ മൈൽ എന്ന് പറഞ്ഞപ്പോ ഈ ദുനിയാവിൽ കണക്കാക്കുന്ന ദൂരത്തിന്റെ അളവാണോ? അതല്ല, കണ്ണിൽ സുറമയിടാൻ ഉപയോഗിക്കുന്ന കോലുണ്ടല്ലോ, ഒരു ചെറിയ കോലത്, കണ്ണിൽ സുറമയിടാൻ ഉപയോഗിക്കുന്ന ചെറിയ കോലുണ്ടല്ലോ, ആ കോലാണോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്ന് ഞങ്ങൾക്കറിയില്ല. അത്ര അടുത്ത് സൂര്യൻ വന്ന് നിൽക്കുന്ന പരലോകത്തിന്റെ സമയമുണ്ടല്ലോ. സഹോദരങ്ങളെ, ഓരോരുത്തരും അവർ ചെയ്ത പാപങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരിങ്ങനെ വിയർപ്പിൽ മുങ്ങി നിൽക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുട്ടുവരെ വിയർപ്പുള്ളവരുണ്ട്, അതുപോലെ തന്നെ തോളുവരെ വിയർപ്പുള്ളവരുണ്ട്, ആ വിയർപ്പിൽ മുങ്ങി നിൽക്കുന്നവരുണ്ട്. ഓരോരുത്തരും അവർ ചെയ്ത പാപങ്ങളുടെ അടിസ്ഥാനത്തിലാ. അതുകൊണ്ടൊന്ന് ചിന്തിച്ച്, ഇത്ര അകലെ സൂര്യനുണ്ടായിട്ടും ഈ ചൂട് നമുക്ക് സഹിക്കണില്ലെങ്കിൽ 1 മൈല് അകലെ വരുന്ന സൂര്യനെ കുറിച്ചും ആ നാളിനെ കുറിച്ചും ആ ദിവസത്തെ കുറിച്ചും സഹോദരങ്ങളെ നമ്മൾ അലസന്മാരായി പോകാൻ പാടില്ല. 6ാമതായി ഈ ചൂട് നമ്മെ പഠിപ്പിക്കുന്ന ഗുണപാഠം എന്ന് പറയുന്നത്, സഹോദരങ്ങളെ,
വെള്ളത്തിന്റെ പ്രാധാന്യമാണ് ഇല്ലേ? വെള്ളം എന്ന് പറയുന്നത് ഈ ചൂട് സമയത്ത് ഇങ്ങനെ കയറി വന്ന് ഭാരിതായ തണുത്ത വെള്ളം ഇങ്ങനെ കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനും മനസ്സിനും കിട്ടുന്ന കുളിർമ എത്രയാണ്! എന്തൊരു സമാധാനമാണ്! കുറെ വഴിയിൽ ഇങ്ങനെ നടന്നിട്ട് ഒരു തണല് കിട്ടുമ്പോ എന്തൊരു സമാധാനമാണ്! ആ തണലിങ്ങനെ തണുപ്പിങ്ങനെ അല്ലെ ആലോചിച്ചും ആ തണുപ്പിൽ സമയം നമ്മളിങ്ങനെ ചെലവഴിക്കുമ്പോ എന്തൊരു സമാധാനമാണ്! നോക്കിയേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് പഠിപ്പിക്കുന്നുണ്ട്. എന്താണ്? അതെ, പണ്ഡിതന്മാർ സലഫു സ്വാലിഹീങ്ങൾ അവര് എന്തായിരുന്നു? അവര് ഫകാന ഇബ്നു ഉമർ വഗൈറുഹു മിനസ് സലഫ്, ഇബ്നു ഉമറും അതുപോലെ തന്നെയുള്ള മുൻഗാമികളായ സലഫുകളും ഇദാ ശരിബൂ മാഅൻ ബാരിദ, അവരൊക്കെ തണുത്ത വെള്ളം ഇങ്ങനെ കുടിക്കുമ്പോ ബഖൗ, അവരിങ്ങനെ കരയുമായിരുന്നു. തണുത്ത വെള്ളം ചൂടുള്ള സമയത്ത് അതിങ്ങനെ കുടിക്കുമ്പോ അവരിങ്ങനെ കരയും. എന്നിട്ട് പറയും വദകറൂ അംനിയത്തി അഹ്ലിന്നാർ. എന്തിനാ അവർ കരഞ്ഞേ? നരകത്തിന്റെ ആളുകളുടെ അവസ്ഥയെ കുറിച്ച് ചിന്തിച്ചിട്ടാണ്. വഅന്നഹും യശ്തഹൂനൽ മാഅ അൽ ബാരിദ്, ആ നരകത്തിൽ കിടക്കുന്ന ആളുകൾ തണുത്ത വെള്ളത്തിന് വേണ്ടി കൊതിക്കുന്ന അവസ്ഥ സൂറത്ത് അറാഫിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. എന്താണത്? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് അറാഫിന്റെ 50-ാമത്തെ ആയത്തിൽ പറയാം, വനാദാ അസ്ഹാബുൻ നാരി അസ്ഹാബുൽ ജന്ന, നരകത്തിൽ കിടക്കുന്ന ആളുകൾ സ്വർഗ്ഗീയവാസികളോട് വിളിച്ചു പറയുന്ന രംഗമാണ്. അന്നഫീലു അലൈനാ മിനൽ മാഇ ഔ മിമ്മാ റസഖ വെള്ളത്തിൽ നിന്ന് അല്ലെങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് നൽകിയ റിസ്കിൽ നിന്ന് നിങ്ങൾ ഞങ്ങൾക്ക് നൽകുമോ? ഞങ്ങൾക്ക് ഒഴുക്കി തരുമോ? ഞങ്ങൾക്ക് കുറച്ച് തണുത്തോളം തരോ? ആര് ചോദിക്കുക? നരകവാസികൾ ചോദിക്കുക. ആരോട് ചോദിക്കുക? സ്വർഗീയവാസികളോട് വിളിച്ചു ചോദിക്കുമെന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനാണ്. പരിശുദ്ധ ഖുർആനാണ്. സഹാബത്ത് തണുത്ത വെള്ളം കുടിച്ചപ്പോൾ കരഞ്ഞിട്ടുണ്ട്. നമ്മൾ കരഞ്ഞിട്ടുണ്ടോ? നമുക്ക് എന്താ തോന്നിയിട്ടില്ലേ? നമ്മളെന്താ ചിന്തിച്ചേ? സഹോദരങ്ങളെ, ആലോചിക്കണം. നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ്. ചൂട് അറിയണില്ല. വാഹനത്തിൽ AC ഉണ്ട്, പോകുന്നിടത്ത് AC ഉണ്ട്, വീട്ടിൽ AC ഉണ്ട്, എല്ലായിടത്തും തുടരെ തണുത്ത പ്രതലത്തിലൂടെ ചൂടുകാലത്ത് പോലും ജീവിക്കാനുള്ള അവസരം അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. എത്ര നിഅ്മത്താണത്! എത്ര നിഅ്മത്താണ്! എന്നാൽ നരകത്തിൽ എത്ര പണം ഉണ്ടായിട്ടും കാര്യമില്ല. നരകത്തിൽ എത്ര പണക്കാരനാണെങ്കിലും അവിടെ ശീതീകരിച്ച വെള്ളമില്ല, അവിടെ ശീതീകരിച്ച റൂമില്ല, അവിടെ ശീതീകരിച്ച അവസ്ഥയില്ല. അതുകൊണ്ട് നരകീയവാസികൾ സ്വർഗീയവാസികളോട് ഇങ്ങനെ ചോദിക്കുന്നത് എന്താ കാരണം എന്നറിയോ? നരകത്തിൽ പോകാനുള്ള കാരണം അടിസ്ഥാനം കേട്ടോ, പഠിച്ചോ. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ എല്ലാവരും ദീനെന്ന് പറഞ്ഞാൽ കളിതമാശയാണ്. അല്ലെ, ഇങ്ങനെ തട്ടിക്കളിക്കാണ് ദീനെന്ന് പറഞ്ഞാൽ. അല്ലദീന ഇത്തഖദൂ ദീനഹും, അവരവരുടെ ദീനിനെ സ്വീകരിച്ചു. എങ്ങനെ? ലഹുവം വലഇബ, കളിയും വിനോദവുമായിട്ട്, തമാശയായിട്ട് ദീനിനെ കണക്കാക്കി. ഗൗരവമുണ്ടായിരുന്നില്ല. ദീനിന്റെ വിഷയത്തിൽ ഒരു പ്രത്യേകമായ പരിഗണന അവർ കൊടുത്തിട്ടില്ല. ദീൻ 2ാം സ്ഥാനത്താ. ദീനിന് 2ാം സ്ഥാനാണ്. നമ്മൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ടാണ് പിന്നെ ദീൻ ആലോചിക്കുക. അങ്ങനെ കളിയും തമാശയുമായി ദീനിനെ പുൽകിക്കൊണ്ട് ജീവിച്ചവർ, ദുനിയവിയായ ജീവിതം അവരെ വഞ്ചിക്കുകയും ചെയ്തിട്ടുള്ള ആളുകൾ ഫൽയൗമ നൻസാഹും കമാ നസൂ ലിഖാഅ യൗമിഹിം ഹാദാ, പരലോക ദിനത്തെ മറന്നുകൊണ്ട് അവർ ജീവിച്ചതുകൊണ്ട് അവരെയും അല്ലാഹു അന്ന് പരിഗണിക്കുകയില്ല. അവരാരായിരുന്നു? അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ച് കളഞ്ഞവരായിരുന്നു എന്ന് പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അതാണ് 6ാമതായി നമ്മൾ പഠിക്കേണ്ടത്. ഇന്ന് ഊതിയ സൂറത്തുൽ കഹ്ഫിൽ പോലും നമ്മൾ ഊതിയ വാചകം എന്താണ്? നരകത്തിൽ കിടക്കുന്ന ആളുകൾ വെള്ളത്തിനു വേണ്ടി ആവശ്യപ്പെടുമ്പോ അവർക്ക് കൊടുക്കുന്ന വെള്ളം എന്താണെന്നറിയോ? കൽമുഹ്ലി, ലോഹം ഉരുക്കപ്പെട്ട പാനീയമാണ് അവർക്ക് കൊടുക്കുന്നതെങ്കിൽ യശ്ഫിൽ വുജൂ, അവരുടെ മുഖങ്ങളൊക്കെ തൊലികളൊക്കെ ഇങ്ങനെ ഉലിഞ്ഞു പോകുന്ന രൂപമാണല്ലോ.
ഇന്ന് ഊതിയതാ, സൂറത്ത് കഹ്ഫിൽ ഊതിയതാ. ഇതിങ്ങനെ വെള്ളം കുടിക്കുമ്പോൾ മുഖത്തെ തൊലിയും ഒക്കെ ഇങ്ങനെ ഉരിഞ്ഞു പോകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഫസൂഖൂ മാഅൻ ഹമീമാ, നിങ്ങൾ ചൂടുള്ള വെള്ളം കുടിക്ക്. ഫഖത്തഅ അംആഅഹും, അത് കുടിക്കുമ്പോൾ അവരുടെ കുടലുകളൊക്കെ ഇങ്ങനെ ദ്രവിച്ചു പോകും. സഹോദരങ്ങൾ, നരകത്തിന്റെ പാനീയത്തെ കുറിച്ച് പറയണേ, നരകത്തിന്റെ പാനീയത്തെ കുറിച്ച് പറയണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങൾ, അവസാനമായി പണ്ഡിതന്മാർ പറഞ്ഞ ഉപദേശം, അതുകൊണ്ട് എന്ത് ചെയ്യുക? അതുകൊണ്ട് ആ തണലിനെ, ഇവിടത്തെ തണലല്ല, ഇവിടത്തെ തണുപ്പല്ല, നാളെ പരലോകത്തെ തണുപ്പിനെയും നാളത്തെ പരലോകത്തിന്റെ ശാന്തമായ അവസ്ഥയെയും നിനക്ക് ലഭിക്കാനുള്ള മാർഗങ്ങളിൽ നീ ഇടപെട്ടുകൊള്ളുക എന്നുള്ളതാണ്. നരകീയവാസികൾക്കുള്ള തണലിനെ കുറിച്ച് അല്ലാഹ് പറഞ്ഞപ്പോ അവര് ദുനിയാവിന് പ്രാമുഖ്യം കൊടുത്തു, പരലോകത്തെ അവർ വിസ്മരിക്കുകയും ചെയ്തപ്പോ അവർക്കുള്ള തണലിനെ കുറിച്ച് സൂറത്തു സുമറിലെ 16-ാമത്തെ ആയത്തിലൂടെ അല്ലാഹ് പറഞ്ഞു, ലഹും മിൻ ഫൗഖിഹിം ദുലലും മിനന്നാർ വമിൻ തഹ്തിഹിം ദുലൽ, അവരുടെ മുകൾ ഭാഗത്ത് നിന്ന് തണലുകളുണ്ട്, താഴ്ഭാഗത്തിലൂടെയും തണലുകളുണ്ട്. എന്തിന്റെ തണലാണെന്നറിയോ? മിനന്നാരി, നരകത്തിന്റെ തണലാ. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? അവരുടെ താഴ്ഭാഗത്തിലൂടെയും മുകൾ ഭാഗത്തിലൂടെയും തീയവരെ പൊതിയുന്നതാ. അവർക്ക് ആ നരകത്തിന്റെ തീയല്ലാതെ വേറൊന്നുമില്ല. ആർക്കാ? ദുനിയാവിൽ ജീവിച്ചിട്ട് ദുനിയാവിന് വേണ്ടി ജീവിച്ചവർ. ദുനിയാവിൽ ജീവിച്ചിട്ട് ദുനിയാവിന് വേണ്ടി ജീവിച്ചവർ. എന്നാലോ ദുനിയാവിൽ ജീവിച്ചപ്പോ ആ ജീവിതം ഓരോ നിമിഷവും പരലോകത്തേക്ക് വേണ്ടി ജീവിച്ചവരോ, വല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുള്ള ആളുകളുണ്ടല്ലോ, സനുദ്ഖിലഹും ജന്നാത്തിൻ തജ്രി, അവരെ നാം വഴിയെ ഒഴുകുന്ന താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗീയ ആ ഒരു സ്വർഗീയ വാസത്തിൽ അവരെ താമസിപ്പിക്കുന്നതാണ്. ഖാലിദീന ഫീഹാ, അവരതിൽ നിത്യവാസികളായിരിക്കും. അബദാ, അവരെന്നും അവരെ നിത്യവാസികളായിരിക്കും. വനുദ്ഖിലുഹും ദിലാലൻ വലീല, അവർക്ക് നിത്യവാസത്തിന്റെ തണലും അവർക്ക് നാം ഇട്ടുകൊടുക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുമ്പോൾ സഹോദരങ്ങളെ, നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കണം, നമ്മൾ ആലോചിക്കണം. ആ തണൽ നമുക്ക് ലഭിക്കണം. നരകത്തിന്റെ പാനീയങ്ങളിൽ നിന്നും നരകത്തിന്റെ ഭക്ഷണങ്ങളിൽ നിന്നുമൊക്കെ നമുക്ക് രക്ഷ ലഭിക്കണം. ഇല്ലേ? ഇന്ന ശജറത്തിൽ സഖൂം തുആമുൽ അസീം കൽമുഹ്ലി യഗ്ലി ഫിൽ ബുതൂൻ, ഉരുകിയ ദ്രാവകം പോലെയായിരിക്കും അവർക്ക് നൽകപ്പെടുന്ന ഭക്ഷണം എന്നുള്ളതാണ്. വയറുകളിൽ അത് തിളച്ചുമറിയും എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കുക, നമ്മൾ ആലോചിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ശക്തമായ ചൂട് ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ അത് വർദ്ധിക്കുമെന്നാണ് അല്ലെ എന്ത് ചെയ്യണം മനുഷ്യന്മാര് കണ്ടുപിടിച്ച ഭാഗങ്ങളിലൂടെ അവരെ അറിയിക്കുന്നത്. അള്ളാഹുവിന്റെ അടുക്കലാണ് പൂർണ്ണമായി എല്ലാം, നമുക്കറിയാം. അതുകൊണ്ട് ചൂട് വർദ്ധിക്കുമ്പോഴും പഴിക്കാതെ, പരിഭവം പറയാതെ അള്ളാഹുവിനോട് പറയാ, അല്ലാഹ് ഇവിടത്തെ ചൂട് ഞങ്ങൾ സഹിക്കും റബ്ബേ, നരകത്തിന്റെ ചൂട് ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യ റബ്ബേ, അതുകൊണ്ട് കാക്കണേ നരകത്തിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണ സഹോദരങ്ങൾ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ഒരു ദിവസം 3 പ്രാവശ്യം നരകത്തിൽ നിന്ന് കാവൽ ചോദിച്ചാൽ നരകം അവന് വേണ്ടി ശുപാർശ ചെയ്യും. അല്ലാഹുവേ, ഈ മനുഷ്യനെ നരകത്തിൽ നിന്ന് കാക്കണ റബ്ബേ. 3 പ്രാവശ്യം സ്വർഗം ചോദിച്ചാൽ സ്വർഗം അവന് വേണ്ടി ശുപാർശ ചെയ്യും. അല്ലാഹുവേ, ഈ മനുഷ്യന് സ്വർഗം കൊടുക്കണേ എന്ന്. സഹോദരങ്ങൾ, 3 പ്രാവശ്യം എന്ത് എളുപ്പമാണ്! എത്ര മിനിറ്റ് വേണം, എത്ര മിനിറ്റ് വേണം. അതുകൊണ്ട് ഇങ്ങനെയുള്ള മാർഗങ്ങളിലൊക്കെ ഇറങ്ങി ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പാലിച്ച് ഭയപ്പെട്ട് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരങ്ങൾ, ആദ്യ ഖുത്ബയിൽ നമ്മൾ പറഞ്ഞത് ചൂടുമായി ബന്ധപ്പെട്ട 7ഓളം ഉപദേശങ്ങൾ പണ്ഡിതന്മാർ നൽകിയ ഉപദേശങ്ങളെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് നമ്മൾ നൽകിയത്. ഈ ചൂടിങ്ങനെ വർദ്ധിക്കുമ്പോൾ
നമ്മുടെ ചുറ്റുപാടും പല ജീവികളും വെള്ളത്തിന്റെ ആവശ്യം അർത്ഥം ഇങ്ങനെ പരക്കം പാഞ്ഞ് നടക്കണം കാണാൻ പറ്റും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ത്, നമ്മുടെ വീട്ടിലൊരു പാത്രത്തിൽ എന്ത് ചെയ്യുക, ഈ പക്ഷികളൊക്കെ കുടിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ വെള്ളം എന്ത് ചെയ്യുക, വച്ചു കൊടുക്കാൻ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. നമുക്ക് ടാപ്പ് തുറന്ന് കുടിക്കുക, ഫ്രിഡ്ജ് തുറന്ന് കുടിക്കുക. നിങ്ങൾ അല്ലേ എന്തൊരു ഇടങ്ങേറാണ്, അരുവികളും ഒക്കെ വറ്റി വരണ്ടു പോകുന്നിടങ്ങളിൽ നമ്മുടെ വീട്ടിൽ എന്ത് ചെയ്യട്ടെ, ഒരു വെള്ളം കുടിക്കുന്നൊരു സംവിധാനം. അത് ഹൈവേയുടെ ഒക്കെ തീരത്തൊക്കെയുള്ള വീടാണെങ്കിൽ എന്ത് ചെയ്യട്ടെ, മനുഷ്യന്മാർക്ക് കുടിക്കാനുള്ള വെള്ളം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനൊക്കെ ഉള്ള ശ്രദ്ധ ഉണ്ടാക്കുക. ഒരു പാത്രമൊക്കെ വെച്ച് കുടിവെള്ളം എന്നൊക്കെ എഴുതി വെച്ച്, അല്ലാന്റെ റസൂല് പറയാ സ്വതക്കകളിൽ ഏറ്റവും അഫ്ദലായ സ്വതക്ക അത് വെള്ളമാണ്. അത് വെള്ളമാണ്, മനസ്സിലായില്ലേ? വെള്ളമാണ്. അതുകൊണ്ട് ഈ ഒരു സമയത്ത് യാത്രക്കാരൊക്കെ ചൂടത്തിങ്ങനെ വരുമ്പോ അവർക്ക് കുടിക്കാൻ വെള്ളം ആഗ്രഹം ഉണ്ടാകും. നമ്മളാൽ കഴിയുന്ന രൂപത്തിലൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ആ വിഷയത്തിൽ ഇടപെടാം. നമുക്ക് പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ കൊടുക്കുന്നത് എന്താണ്, വെള്ളമാണ് അല്ലേ? കുപ്പിയിൽ ഇങ്ങനെ വെള്ളം, തണുത്ത വെള്ളമൊക്കെ ഇങ്ങനെ ഹറമിലൊക്കെ ഇങ്ങനെ കാണാം. തണുത്ത വെള്ളം ഇങ്ങനെ വലിയ വണ്ടിയിലൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ സ്വതക്ക ചെയ്യണം, ഇങ്ങനെ സ്വതക്ക ഇങ്ങനെ ചെയ്യണം. ധാരാളം വെള്ളം ഇങ്ങനെ കൊടുക്കണം. നമ്മുടെ നാട്ടിലും വേണം, നമ്മുടെ നാട്ടിലും നമ്മുടെ വീടിന്റെ മുറ്റത്ത് നമ്മുടെ വീട്ടിലൊരു പാത്രത്തിലൊക്കെ പക്ഷികൾ കുടിക്കട്ടെ, ജീവികൾ കുടിക്കട്ടെ, അവയ്ക്കും ദാഹം അകറ്റട്ടെ. സഹോദരങ്ങൾ, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ആ വിഷയത്തിലൊക്കെ ഒന്ന് നമ്മൾ പരിഗണിക്കണം. കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ മക്കളുടെ വിഷയത്തിൽ ശ്രദ്ധിക്കണം. പല അവധിക്കാല പ്രോഗ്രാമുകളും ദീനിയായ വിജ്ഞാനങ്ങൾ ലഭിക്കുന്ന പ്രോഗ്രാമുകളും ചാർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ മക്കൾക്കൊരു സീറ്റ് അതിൽ ഉറപ്പിക്കണം. പ്രായം പരിഗണിച്ച് ആ പ്രായത്തിലുള്ള പ്രോഗ്രാമുകളിലേക്ക് നമ്മുടെ മക്കളെ ഒന്ന് ഇടപിടിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ ബഹ്ജയുടെ പ്രോഗ്രാമിന്റെ മദ്രസയുടെ പണികൾ വളരെ പുരോഗതിയോടുകൂടി നടക്കുന്നുണ്ട് അല്ലേ? അതൊക്കെ അതുമായി സഹകരിക്കുന്നവർക്കും അത് സഹകരിക്കാൻ ആഗ്രഹിച്ചവർക്കുമൊക്കെ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. ഈ ഒരു 40,000 രൂപയും കൂടി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതിന്റെ ഡെസ്കും ബെഞ്ചിന്റെയും കൂടി പണി പൂർത്തീകരിക്കപ്പെടും ഇൻഷാ അല്ലാഹ്. കഴിയുന്നവർ ആ വിഷയത്തിലൊക്കെ ഒന്ന് ഇടപെട്ട് അതിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് കുറെ ആളുകൾ ആശുപത്രികളിൽ വീടുകളിലൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അല്ലാഹുവേ, അവർക്കൊക്കെ ശിഫാഉൻ ആജിൽ പ്രദാനം ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ സാലിഹീങ്ങളായ മക്കളായി വളർത്തിക്കൊണ്ടുവരണം റഹ്മാനെ. അല്ലാഹുവേ, മരണപ്പെട്ട മാതാപിതാക്കൾ ഖബറിടം വിശാലമാക്കി കൊടുക്കണം റഹ്മാനെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ ആഫിയത്തും അതുപോലെ തന്നെ ആരോഗ്യവും ഒക്കെ അവർക്ക് നീ നൽകണം റഹ്മാനെ. അല്ലാഹുവേ, മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് ജീവിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ജീവിക്കാനൊക്കെയുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أغثنا غيثا مغيثا، اللهم أغثنا غيثا مغيثا، اللهم أغثنا غيثا مغيثا. اللهم أدخلنا الجنة، اللهم أدخلنا الجنة، اللهم أدخلنا الجنة. ربنا تقبل منا دعاءنا وصيامنا وقيامنا وركوعنا وسائر أعمالنا. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، واغفر لنا يا غافر المذنبين.